തൃശൂർ മുണ്ടൂർ വേളാങ്കോട് വൻ തീപിടുത്തമുണ്ടായി എന്നാണ് വാർത്ത. ഓയിൽ ഫാം ഗോഡൌണിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു. വിവരങ്ങളുമായി സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. സൂരജ്, ഈ ഓയിൽ ഫാം ഗോഡൌൺ ആവുമ്പോൾ തീപിടുത്തത്തിന് കൂടുതൽ തീവ്രത ഉണ്ടാകുമല്ലോ. ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു എന്നാണ് സൂരജ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. തീ അണയ്ക്കാനായിട്ടുണ്ടോ? വിവരങ്ങൾ. ക്രിസ്ത്യന സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഓയിൽ ഗോഡൌൺ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തീ ആളിക്കത്തുകയായിരുന്നു. ഇന്ന് 3:30 കൂടിയാണ് കണ്ണൂർ വേഴക്കോട് ഭാഗത്ത് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. 8 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി 3:30 മുതൽ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമം നടത്തി. അല്പം മുമ്പാണ് ഈ തീ നിയന്ത്രണ വിധേയമായതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാലും ഇപ്പോഴും ഈ വലിയ രീതിയിൽ പുക ഉയരുന്നുണ്ട്. ആ പുകയടക്കം കെടുത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉള്ളത്. നാട്ടുകാരുടെ ശ്രദ്ധയിലാണ് ആദ്യം ഇത് പെടുന്നത്. വലിയ രീതിയിൽ ഈ ഗോഡൌണിൽ നിന്ന് പുക ഉയരുകയായിരുന്നു. പിന്നാലെ തീ ആളിക്കത്തുകയും ചെയ്തു. ഇതിനോടകം തന്നെ ഫയർഫോഴ്സിന് വിവരം കൈമാറുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിൽ പോലും ഈ ഓയിൽ ഗോഡൌൺ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആ തീ ആളിക്കത്തി എന്നുള്ളതാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ അകത്തേക്ക് ഫയർഫോഴ്സിന് കടക്കുന്നതിന് പോലും സാധിച്ചിരുന്നില്ല. പിന്നീട് ഈ ഗോഡൌണിന്റെ ചില ഭാഗങ്ങൾ തകർത്ത് അതിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്തതിന് ശേഷമാണ് ഈ ഫയർഫോഴ്സിന് ഇതിനകത്തേക്ക് കടക്കാൻ കഴിഞ്ഞത്. അതിനിടയിൽ തന്നെ ഈ ഗോഡൌൺ പൂർണ്ണമായും തകർന്ന് താഴേക്ക് ഇരിക്കുകയും ചെയ്തു. അതിന്റെ ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. കാരണം ഈ മുകൾ ഭാഗം അടക്കം മേൽക്കൂരയടക്കം തകർന്ന് താഴേക്ക് ഇരിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അത്തരത്തിൽ വലിയ തീപിടുത്തമാണ് ഉണ്ടായതെന്നുള്ളതാണ് പറയുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ നമുക്കതിന്റെ ഭീകരത വെളിവാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ പോയി. 3:30 കൂടിയാണ് ഈ ഓയിൽ ഗോഡൌണിൽ നിന്ന് പുക ഉയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് അത് ഫയർഫോഴ്സിന് കൈമാറുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയെങ്കിൽ പോലും തീ അണയ്ക്കാവുന്ന നിലയായിരുന്നില്ല. ഓയിൽ ഗോഡൌൺ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വ്യാപ്തിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അല്പം മുമ്പാണ് തീ നിയന്ത്രണ വിധേയം എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്നാലും പൂർണ്ണമായും അണച്ചു എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴും ഈ ചിലയിടങ്ങളിൽ നിന്ന് പുകയടക്കം ഉയരുന്നുണ്ട്. അത് കെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യന പ്രദീപ്. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴും അവിടുത്തെ ഫയർ ഫോഴ്സ് യൂണിറ്റുകൾ.